ആക്ടർ അജു വർഗീസ് ട്രാൻസ്ഫോർമേഷൻ ഈ അടുത്തിറങ്ങിയ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ ഒരു റീലിന് ഞാനിട്ട കമൻറ്റ് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പം ഒരുപാട് ലൈക്ക് കിട്ടിയായിരുന്നു. അതായത് ഒരുപാട് പേർക്ക് ആ ഒരു കമൻറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു ആ ഒരു വെബ് സീരീസ് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ ആ ഒരു കമൻറ്റ് ആ ഒരു റീലിൽ വൈറലായെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ അജു വർഗീസിൻ്റെ ക്യാരക്ടർ സെലക്ഷൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് നമ്മൾ ആദ്യം കണ്ട മലർവാടി ആർട്സ് ക്ലബിലെ അജു വർഗീസ് എന്ന് പറയുന്ന നടന് ഇപ്പോൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വെബ് സീരീസിലെത്തിയപ്പം നല്ല രീതിയിലൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് സെലക്ഷനിൽ. ഈ ഒരു വീഡിയോയിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ടൈറ്റിൽ തീരുമാനിച്ച സമയത്ത് അത് ഈ ഒരു വീഡിയോയ്ക്ക് ജസ്റ്റിഫൈ ആകുമോ എന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി പുള്ളിക്കാരൻ സെലക്ട് ചെയ്ത ഓരോ ക്യാരക്ടറിനും അതിൻ്റേതായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അതിനും ഒരുപാട് രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുള്ള സ്ഥിതിക്ക് ആക്ടർ അജു വർഗീസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ മികച്ചതായിട്ടുള്ളൊരു ടൈറ്റിലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പുള്ളിക്കാരനിലെ നടനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ആ വോയിസ് ആണ്. അജു വർഗീസിൻ്റെ വോയിസ് വളരെ യുണീക്കായിട്ടുള്ള, അതായത് ഹ്യൂമറൊക്കെ നല്ലപോലെ ആക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോ ഉള്ള ഒരു വോയിസ് ആണ്. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു ലൈറ്റ് വോയിസ് ആണെങ്കിലും അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട അജു വർഗീസിൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് തട്ടത്തിൻ മറയത്തിൽ അബ്ദു എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ ഓം ശാന്തി ഓശാനയിലെ ഡേവിഡ് കാഞ്ഞാണി എന്ന് പറയുന്ന ക്യാരക്ടർ, അതേപോലെ തന്നെ കുഞ്ഞി രാമായണത്തിലെ കുട്ടേട്ടൻ എന്നുള്ള ക്യാരക്ടർ, വടക്കൻ സിൽഫിയിലെ ഷാജി, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അടികപ്പ്യാരെ കൂട്ടമണിയിലെ ബ്രൂണോ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അതിൽ ആ ഒരു അധിഷ്ഠലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഹോസ്റ്റലിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടറിൻ്റെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങിയ സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ ചോദിക്കുമല്ലോ കുറച്ച് തരുമോ എന്നുള്ളത്. അതിൽ അപ്പോൾ ആ ഒരു ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു റിയാക്ഷനുണ്ട്, തരത്തില്ല എന്നുള്ളത്. ആ ഒരു സംഭവമൊക്കെ ഇപ്പോഴും ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന മറ്റ് നടന്മാരെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ജനറേഷനിൽ. അതേപോലെ തന്നെ എനിക്ക് പിന്നെ ആ ഒരു 4 ക്യാരക്ടേഴ്സിലും നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈൽ എടുത്ത് നോക്കിയാലും ബാക്കി എല്ലാവരും പാൻസ് അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ട് അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷേ അജു വർഗീസിൻ്റെ ആ ഒരു ക്യാരക്ടർ സീനിയർ ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ കയ്യിലും, അതായത് ബോഡി ലാംഗ്വേജും ഭയങ്കരമായിട്ട് ഓരോ ക്യാരക്ടറിനും അജു വർഗീസ് എന്ന് പറയുന്ന നടൻ നോക്കുന്നുണ്ടെന്ന് നമുക്ക് അവിടെ മനസ്സിലാവും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിന്നൽ മുരളിയിൽ ആ ഒരു പോലീസ് അളിയൻ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൽ നമ്മളൊരു ഹ്യൂമർ സൈഡ് ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ഗ്രേ ഷെയ്ഡ് കാണാം ആ ഒരു ക്യാരക്ടറിൽ. അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്. എന്തായാലും എനിക്ക് ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഹ്യൂമറിൽ നിന്ന് വിട്ടിട്ട് രഞ്ജിത്ത് ശങ്കർ ഡയറക്ഷനിൽ വന്ന കമലയിൽ കുറച്ച് സീരിയസ് റോള് പിടിച്ചിരുന്നെങ്കിലും എനിക്കത് ഒരുപാടങ്ങ് ഇതായില്ലായിരുന്നു. പക്ഷെ അത് നല്ലൊരു കഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പം ഇതിലെ ഹീറോയിനെ പോലും ക്ലൈമാക്സിൽ തോൽപ്പിക്കുന്ന രീതിയിലായിരുന്നു അജു വർഗീസിൻ്റെ പപ്പേട്ടൻ അല്ലെങ്കിൽ പത്മനാഭൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരൻ്റെ ഹ്യൂമറിനെക്കാട്ടിയും ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടത് ആ ഒരു റൊമാൻറ്റിക് സൈഡാണ്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി വർക്കാവുന്നതിൽ അജു വർഗീസ് എന്ന നടനിൽ ഉപരി നമ്മുടെ കരിക്കില ആൻസലീം എന്ന് പറയുന്ന ഈ ഒരു നടിയുടെ കോൺട്രിബ്യൂഷനും വളരെ വലുതാണ്. കാരണം പുള്ളിക്കാരിയുടെ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു 2 ക്യാരക്ടർ തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് കെമിസ്ട്രി നമുക്ക് ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണമായത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു കമൻ്റ് ഇടാനായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിലെ ക്ലൈമാക്സിൽ പ്രൊപ്പോസ് ചെയ്യുന്ന ആ ഒരു സീനുണ്ടല്ലോ, അവിടെ അവർ പ്രൊപ്പോസ് ചെയ്ത ശേഷം അവരുടെ ആ ഒരു 2 പേരുടെ ഇഷ്ടം തമ്മിൽ പറഞ്ഞതിന് ശേഷം അവർ ആ ഒരു യെസ് പറയുന്നത് ഡയലോഗുകളില്ലാത്തതാണ്. അതായത് അവർ ശരിക്കും പറഞ്ഞാൽ കണ്ണുകൊണ്ട് അഭിനയിക്കുകയായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു കമൻ്റ് ഇട്ടത്. പിന്നെ ഇതിൽ ഒരുപാട് കമൻറ്റ് കണ്ടത് ഇതിനൊരു സ്പിൻ ഓഫ് വേണമെന്നാണ്, പപ്പേട്ടൻ്റെ ലൈഫ്. പക്ഷേ അത് എനിക്ക് വേണമെന്ന് തോന്നിയില്ല. കാരണം ഡയറക്ടർ ഈ ഒരു വെബ് സീരീസ് വഴി തന്നെ പപ്പേട്ടൻ്റെ ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അജു വർഗീസ് എന്ന് പറയുന്ന നടനെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.